നമ്മളിപ്പോ ഉള്ളത് അസർബൈജാൻ ബാക്കു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രൈം ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ്. ഏത് റീൽസിലും ഫോട്ടോ ഇട്ടാലും നമ്മൾ കാണുന്നത് അസർബൈജാനെ കാണുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇന്നലെ ഓൾഡ് ബാക്കു സിറ്റി ചെന്നപ്പോഴും നീ ചോദിച്ചു ആ ബിൽഡിംഗ് എവിടെയാണ്. അപ്പൊ അസർബൈജാൻ ഏത് ഏരിയയിൽ നിന്നാലും ഓൾമോസ്റ്റ് 80% ബാക്കു ഏരിയയിൽ എവിടെ നിന്നാലും കാണാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ആണ് ഫ്ലൈം ടവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് അതിന്റെ തൊട്ടു മുന്നിലുള്ളത് ഈ കാണുന്നതാണ് ഫ്ലൈം ടവർ. I don't care, I'm feeling down. I wanna stay home, never go outside. Summer depression comes every year. ആക്ച്വലി ബുർജ് ദുബായ് സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആയിട്ട് വളരെ ഐക്കോണിക് ബിൽഡിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബിൽഡിംഗ് ആണ് ഫ്ലൈം ടവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ബുർജ് ഖലീഫിന് കുറെ അപ്പാർട്ട്മെന്റ്സ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറെ ഓഫീസസ് അതുപോലെ തന്നെ തിയേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽ അങ്ങനെ ഷോപ്പിംഗ് മോൾ അങ്ങനെയൊന്നുമില്ല. കൂടുതൽ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. പബ്ലിക്കിന് പൊതുവെ കുറച്ച് റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏരിയ. അതെ തന്നെയാണ് ഇതിന് തൊട്ട് മേളിലായിട്ട് ഒരു പാർക്ക് കണ്ടോ നമ്മുടെ ഫ്ലൈം ടവറിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാർക്കാണ്. കൊറേ നടന്നു ഗൈസ്. ഫ്ലെയിം ടവറിൽ നിന്ന് നല്ല നടത്തിയാണ് എന്നെ ഇവിടെ. പാർക്കല്ല ഇത്, ഷാഹിദ്ലാർ മോണുമെന്റ് എന്ന് പറയുന്ന ഇതാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇവിടെ മറ്റേ ഫ്ലെയിം ഒക്കെ കൊടുത്തേക്കുന്നത്. ഈ ലാൻഡ് ഓഫ് ഫയർ എന്ന് പറയുന്നതാണ് അവിടെ അങ്ങനെ കത്തിച്ച് അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. അതെ, അതുപോലെ തന്നെ ഇവിടെ യുദ്ധത്തിലും മരണപ്പെട്ടു പോയ കുറെ ആൾക്കാരുടെ ഇതുണ്ട്, ടോംസുകളുണ്ട്. അതെ, അവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫുൾ ടൈം ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതെ, അവിടോട്ട് നമുക്ക് പോവാം. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് മോസ്ക് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു ഫേമസ് ജസ്റ്റ് നമ്മുടെ ഫ്ലൈം ടവറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. പിന്നെ എപ്പോഴും ഇവിടെ ഫുൾ ക്രൗഡാണ്. ഇന്ത്യൻസ് ഇന്ത്യൻസ് വന്നിട്ടുണ്ടല്ലേ. ഈ ഏരിയ മൊത്തത്തിൽ കൊള്ളാല്ലേ? ആ ഒരു ഭാഗം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോക്ക്. ഇവിടെ എല്ലാ വർഷം വരുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലാണ്. കാര്യം എന്താ അറിയോ? ഇവരെല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരായിട്ടുള്ള ആൾക്കാരാണ്. അത് ശരിയാ, ഭയങ്കര ബഹളങ്ങളൊന്നുമില്ല, ചെറിയ കിളികളൊക്കെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. കാര്യം അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു രാജ്യം, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നത്. എല്ലാ രാജ്യവും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയുള്ള മിക്കുള്ളവരുടെ ഏജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മിക്കുള്ളവരും 20 വയസ്സ് ആ ഒരു ഏജിലുള്ളവരൊക്കെ മരണപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. 22 ആ ഒരു ഏജിൽ മരണപ്പെട്ടവരാണ് കൂടുതലും. അവരുടെ ഫോട്ടോ ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ സൈഡിലേക്ക് കണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഒരു ഫുൾ ഒരൊറ്റ മോണുമെന്റ് ആയിട്ടുള്ള വെച്ച് കണ്ടിട്ട്. പക്ഷെ ഇത് ഓരോ ആൾക്കാരും അവരവരുടെ ഫോട്ടോ, അവരവരുടെ പേര്, ഏത് വർഷം ജനിച്ചു, ഏത് വർഷം മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ കൊടുത്ത് ഓരോരോ കല്ലറകളാക്കി വെച്ചിട്ട്. കൂടാണ്ട് ഇത് എപ്പോഴും ഇവരുടെ ഫാമിലീസ്, ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഇവർ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ഷോ കല്ലറകളുടെയും വീട്ടിൽ ഫ്ലവേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. അത് നല്ല ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്നത്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. പിന്നെ പക്ഷെ ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് മേളിലോട്ട് കയറുമ്പോഴും ആ ഏരിയയിലും കുറെ ആൾക്കാരുടെ കല്ലറകളുണ്ട്. ഇവിടുന്ന് ഒരു ശരിക്കും പറഞ്ഞ ഒരു 50 മീറ്റർ നീങ്ങി കഴിഞ്ഞാൽ മെയിൻ സിറ്റിയാ അല്ലേ? പക്ഷെ ആ സൗണ്ട് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഭയങ്കര വേറൊരു പീസ്ഫുൾ സ്ഥലത്ത് എത്തിയൊരു ഫീലാണ്. ഭയങ്കര രസമുണ്ട്. ഇത് പാർക്കും അതുപോലെ ഈ വാറിൽ മരിച്ചവരുടെ മോണുമെന്റ്സ് ആയിട്ട് മാറ്റിയേക്കുന്ന ഒരു ഏരിയ ആണ്. അങ്ങോട്ടൊക്കെ പോകണം. നമുക്ക് താഴെ ലേക്ക് സൈഡിലോട്ട് പോകാം. ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, അവിടെ എന്താ ഉള്ളേ? അത് വന്നോ, കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്താ ഉള്ളതെന്നുള്ളത്. ഓക്കെ, ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെതറാണ്. ഭയങ്കര ചൂടുമല്ല, ഭയങ്കര തണുപ്പുമല്ല. ഇപ്പം നമ്മൾ വന്നപ്പോൾ സ്പ്രിംഗ് സീസൺ ആണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും തണുപ്പൊക്കെ ഉണ്ട്. ഭയങ്കര പീസ്ഫുൾ സ്ഥലങ്ങളിൽ ഭയങ്കര പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ പോലത്തെ അല്ല, ഭയങ്കര ബഹളമൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാരാണ്. സോ അതുകൊണ്ട് മിക്ക സ്ഥലങ്ങളും ഭയങ്കര പീസ്ഫുള്ളാണ്. ഇപ്പം നമ്മുടെ സൈഡിലെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു പാർക്കൊക്കെ പൈസയൊക്കെ കൊടുത്ത് എൻട്രി ഫീ ഒക്കെ വാങ്ങിയിട്ടല്ലേ തുറന്നു വരുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇപ്പം ഫോറിനേഴ്സിനായിക്കോട്ടെ, ഇവിടുത്തെ ലോക്കൽ പീപ്പിളിനായിക്കോട്ടെ, എല്ലാവർക്കും അല്ലേക്കാ ഫുൾ ഓണാക്കി കൊടുത്തേക്കുമല്ലേ. എക്സ്ട്രാ ടിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല. ഇത്രയും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഈ പാർക്കായാലും ഈ ഏരിയ ഫുള്ളായിട്ട്.
നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, അതായത് ഈ ഒരു ഏരിയയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ എക്സ്കലേറ്റർ ഒക്കെ ഇങ്ങനെ ഫ്രീ ആക്കി കൊടുക്കുന്നത് പാർക്കിൽ. ടൂറിസം ഭയങ്കര ഡെവലപ്മെന്റ് അല്ലേ, അതുകൊണ്ടാണല്ലേ. ഇത് കണ്ടില്ലേ, നോക്ക്. അതായത് ഇവിടെ മരണപ്പെട്ടവർ, അതായത് ഇവിടുത്തെ ഓറിലൊക്കെ പോയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആദരസൂചകമായിട്ട് 24/7 കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇത്ര തണുപ്പൊക്കെ കൊണ്ട് നടന്നു വന്നല്ലേ, ചൂട് കൊള്ളിക്കാൻ. ആദ്യം ഞാൻ ഇങ്ങോട്ട് വരാൻ മടിച്ചെങ്കിലും വന്നില്ലായിരുന്നു, നഷ്ടമായി പോയേനെ. അമാതിരി ഭംഗിയുള്ള സ്ഥലം. തട്ടല്ലേ ഉള്ളു. ഇത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മരണപ്പെട്ടവരുടെ വേണ്ടിയിട്ട് അവരെ ആദരിക്കുക എന്നുള്ളൊരു ഇതിന്റെ പേരിലാണ് ഇത് 24/7 ഈ ഒരു മോണുമെന്റ് ഇങ്ങനെ കത്തുന്നത്. ഇതിങ്ങനെ അടിയിൽ കത്തിക്കുന്നതാണോ? അതെ. ഇനി വേറെ സംഭവം കാണിച്ചാൽ അത് കണ്ടത് മതി. വേറെ സംഭവം ഇനി ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബക്കുവായി ഫുള്ളായിട്ടും ഇവിടെ നിന്നിട്ട് നമുക്ക് ഹെലികാം ഷോട്ട് എടുക്കുന്നതൊക്കെ ഫുള്ള് കാണാൻ പറ്റും. നല്ല രസമുണ്ടല്ലേ ഇവിടെ കാണാന്, എന്ത് ഭംഗിയല്ലേ കാണാന്. ഈ കടലിന്റെ മുകളിൽ കൂടെ നമ്മൾ വന്നപ്പോ അതെ, ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഫ്ലൈറ്റിൽ വന്നത്. ഇത് കാസ്പിയൻ സീ ആണ്. നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ ആ താഴെ കാണുന്നതാണ് ബക്കുവായി എന്ന് പറയുന്നത്. നിന്റെ ഭാഷയെ പറഞ്ഞാൽ അല്ലേലും ഊഞ്ഞാൽ. അത് ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് ചെയ്യുന്നപ്പോ കണ്ടായിരുന്നു. അതും പിന്നെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഫ്ലൈറ്റ് ചെയ്യുന്നത്. അതിന് തൊട്ടടുത്താണ് ഡെന്നീസ് മാൾ ഉള്ളത്. ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. നമ്മളിപ്പോ കണ്ടതിന്റെ കുറച്ചുകൂടെ ടോപ്പിലുള്ള ഒരു വ്യൂ ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. Summer depression.